ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ഏതെങ്കിലും ഫോർമാറ്റിലുള്ള ഒരു വീഡിയോ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം MP4 വീഡിയോ ആയിരിക്കും, ചിലപ്പം നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഫോർമാറ്റിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. MKVയോ അല്ലെങ്കിൽ MOV പോലുള്ള ഫോർമാറ്റിലോട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീഡിയോ ഫയലിൻ്റെ ഫോർമാറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഓൺലൈനായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ വീഡിയോ കൺവേർട്ട് എന്നുള്ളത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ റിസൾട്ട്സ് വരുന്നതായിരിക്കും. ഇതിൽ freeconvert.com എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. അപ്പം ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഏത് ഫോർമാറ്റിലോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നിവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഔട്ട്പുട്ട് എന്നുള്ള സെക്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് MKV എന്നുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. ഇപ്പം വീഡിയോ കോഡൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഫ്രെയിം റേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും ആ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇനി കൂടുതൽ ഫയൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ ഫയൽസ് ആഡും ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ ഒരു ഫയൽ മാത്രം കൺവേർട്ട് ചെയ്യാണ്. കൺവേർട്ട് ചെയ്യാൻ കൺവേർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോഡിംഗ് എന്നുള്ളത് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഈ ഒരു ഫയൽ കൺവേർട്ടായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് ഫിനിഷും ആയിട്ടുണ്ട്. ഇപ്പം ഫിനിഷായി കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് .mkv ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വീഡിയോ ഫയലിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.